സോ ഫ്രണ്ട്സ്, എന്തായാലും നമ്മുടെ ആ ഒരു ബോക്സ് ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് അപ്പോൾ ബോക്സിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. കുറച്ച് ഗൈഡ് ലൈൻസ് ഒക്കെയാണ് പുറകെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൂടെ കാണാവുന്നതാണ് 4 ഫീച്ചേഴ്സ് കൊടുത്തുകൊണ്ട്. അത് നമ്മുടെ ലാപ്ടോപ്പിൽ വേണപ്പം തന്നെ മൈക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ബോക്സ് അൺബോക്സ് ചെയ്യാൻ സമയമായി. അപ്പോൾ എന്തായാലും നമുക്ക് ബോക്സ് തുറക്കാം. അപ്പോൾ നല്ലൊരു പ്രീമിയം ലുക്കോടുകൂടി തന്നെയാണ് ബോക്സ് വന്നിരിക്കുന്നത്. അപ്പം തന്നെ നല്ല നിങ്ങൾക്ക് കണ്ടു തന്നെ മനസ്സിലാകും, നല്ല പ്രീമിയം ലുക്കും ലോക്കോടുകൂടി തന്നെയാണ് നമുക്ക് ഈ ഒരു ബോക്സ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടില്ലേ, ആ ലോക്ക് കണ്ടില്ലേ, കണ്ടോ? അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് കണ്ട് ഇപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ പ്രൊഡക്റ്റാണ് ഇരിക്കുന്നത്. നല്ലൊരു കേസിൽ കവർ ചെയ്തിട്ടാണ്, റബ്ബർ കേസിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു അൺബോക്സിങ്ങിൻ്റെ പ്രൊഡക്റ്റാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു പ്രൊഡക്റ്റ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ കണ്ടില്ലേ, നിങ്ങൾക്ക് ആ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ്ങിലാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു ബോക്സിനകത്ത് ഈ ഒരു ഹെഡ്ഫോൺ അല്ലാതെ ബാക്കി എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. നമുക്ക് 4 പേപ്പർ വർക്ക്സ് ഇവിടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നെന്ന് പറയാൻ നമുക്ക് HP-യുടെ കുറേ ഇൻസ്ട്രക്ഷൻ മാനുവൽസ് ആണ്. അപ്പോൾ ഇതിൻ്റെ യൂസിൻ്റെയും അതിനൊപ്പം തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്കൊന്ന് മാറ്റി വെച്ചേക്കാം. പിന്നെ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രൊഡക്റ്റ് നോട്ടീസാണ്. അപ്പോൾ അതിനുശേഷം നമുക്കൊരു വാറൻറ്റി കാർഡാണ് ലഭിക്കുന്നത്. ഇതാണ് നമുക്ക് HP നമുക്ക് ലഭിക്കുന്ന 1 വർഷത്തേക്കുള്ള വാറൻറ്റി കാർഡാണ് നമുക്ക് അവിടെ ലഭിക്കുന്നത്. പിന്നീട് കുറച്ച് വേറെ മറ്റ് പേപ്പറൊക്കെയാണ്, അത് ചൈനയിലൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് മാറ്റി വെച്ചേക്കാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും നമ്മുടെ പ്രോഡക്റ്റിലേക്ക് വരികയാണ്, നമ്മുടെ മാസ്റ്റർ പീസിലേക്ക് വരികയാണ്. അപ്പോൾ എന്തായാലും വളരെ മികവുറ്റ രീതിയിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കേസ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു റബ്ബർ കേസ് ഒന്ന് മാറ്റിയേക്കാം. കണ്ടില്ലേ, അപ്പോൾ എന്ത് നല്ല കളർ, നല്ല ബ്ലാക്ക് കളറിലാണ് നമ്മുടെ ഒരു ഹെഡ്ഫോൺ വന്നിരിക്കുന്നത്. കൊള്ളാം, വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളെ കാണാവുന്നതാണ് HP-യുടെ ലോഗോ ഇവിടെ കാണാവുന്നതാണ്. അപ്പോൾ എന്തായാലും വളരെ നല്ലൊരു പ്രീമിയം ലുക്കോടുകൂടി തന്നെയാണ് നമ്മുടെ ഈ ഒരു ഹെഡ്ഫോൺ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്, ഇവിടെ റബ്ബർ ബുഷും മറ്റ് കാര്യങ്ങളും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മൈക്ക് കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം തന്നെ നമുക്ക് 2 ഹെഡ്ഫോൺ ജാക്കുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. സോ ഫ്രണ്ട്സ്, എന്തായാലും നമ്മുടെ അൺബോക്സിങ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിവ്യൂവിലേക്ക് കിടക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു ഡിസൈനിലാണ് HP ഇത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. കണ്ടില്ല, ഇവിടെ HP-നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഈ ബ്രാൻഡിൻ്റെ മോഡൽ നെയിമും കൊടുത്തിട്ടുണ്ട്. HP100-ൻ്റെ H100 ആണ് ഇതിൻ്റെ മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ നല്ലൊരു പ്രീമിയം ലുക്കോടുകൂടി തന്നെയാണ് നമ്മുടെ HP ഈ ഒരു ഹെഡ്ഫോൺ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഇവിടെ ലഭിക്കുന്നതാണെങ്കിൽ നമുക്കിവിടെ വയർഡാണ്, വയർലെസ് അല്ല നമുക്കിവിടെ ലഭിക്കുന്നത്. വയറിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ 2 ജാക്ക് ലഭിക്കുന്നുണ്ട്. ഇത് 3.5 mm-ൻ്റെ ആണ് 2 ജാക്ക് വരുന്നത്. ഒന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹെഡ്ഫോൺ കണക്ട് ചെയ്യാൻ. അതോടൊപ്പം തന്നെ നമുക്ക് ഓഡിയോ നമുക്കിവിടെ കാണാവുന്നതാണ്, നിങ്ങൾക്കിവിടെ കാണാം തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഓഡിയോ ആണ്. നമുക്ക് ഗെയിം കളിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഓഡിയോ ക്വാളിറ്റി വളരെ പക്കയായിട്ട് ലഭിക്കുന്നതാണ്. പിന്നീട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോൺ ഏത് ഫോണിലും അതോടൊപ്പം തന്നെ ഏത് ലാപ്ടോപ്പിലും ഈ ഒരു ഹെഡ്ഫോണിൻ്റെ ജാക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. എൻ്റെ ഫോൺ സാംസങ് ആണ്. അപ്പോൾ സാംസങ്ങിൽ ഞാൻ വെച്ച് നോക്കി പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കണക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലാപ്ടോപ്പിലും അതേപോലെ തന്നെ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ഇതിൻ്റെ യൂസസ് എന്താണെന്ന് അവർക്ക് മനസ്സിലായി കാണും. പിന്നെ നമുക്ക് ഇച്ചിരി ലോങ് വയർ തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് പിന്നീട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതൊരു സ്പ്രിങ് പോലത്തെ ഒരു സോഫ്റ്റ് പഞ്ഞി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹെഡിൽ നല്ലതായിട്ട് തന്നെ പൊരുത്തപ്പെട്ടിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സംവിധാനം കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ 2 സ്പോഞ്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് അകത്തേക്കുള്ള ശബ്ദവും പുറത്തേക്കുള്ള ശബ്ദവും വരാതിരിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അകത്ത് നടക്കുന്നത് മാത്രമേ വെച്ചാൽ നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഗെയിമിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് ഫീൽ ആകാൻ ലഭിക്കുന്നതാണ്. അവിടെ തന്നെ വെളിയിൽ നിന്നുള്ള ശബ്ദങ്ങൾ, നോയ്സൻസ് ആയിട്ടുള്ള ശബ്ദങ്ങളൊന്നും അകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയാണ് HP ഇങ്ങനൊരു കവേർഡ് കൊടുത്തിരിക്കുന്നത്. വളരെ നല്ലൊരു ലുക്കോട് തന്നെയാണ് നമുക്ക് ഈ ഒരു HP-യുടെ ഹെഡ്ഫോൺ വന്നിരിക്കുന്നത്. വളരെ നന്നായിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, ബാസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു HP-യുടെ കമ്പനി ബാസ് കൊടുത്തിട്ടില്ല. കാരണം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഇത് വാങ്ങിച്ചത്. ഏകദേശം 849 രൂപയാണ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ കയറി നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ക്യാഷ് ഓൺ ഡെലിവറി ആണ്. അപ്പം തന്നെ ഫ്രീ ഡെലിവറിയാണ്. നമുക്ക് 5 അല്ലെങ്കിൽ 4 ദിവസത്തിനുള്ളിൽ നമുക്ക് നല്ലൊരു പാക്കേജിൽ ഇത് ഡെലിവേർഡായി കിട്ടുന്നതാണ്. ഹോം ഡെലിവറിയാണ്. പിന്നീട് പറയുകയാണെങ്കിൽ ഞാൻ ബാസിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കമ്പനി ഇത് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ബാസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ ഇത് വെച്ച് നോക്കി ഗെയിം കളിച്ച് നോക്കിയപ്പോൾ എനിക്ക് നല്ലൊരു ബാസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത്രയ്ക്ക് ഓവറായിട്ട് എക്സ്പെക്റ്റ് ചെയ്യേണ്ട, അത്രയ്ക്കും വലിയ ബാസൊന്നുമില്ല. എങ്കിലും നമുക്ക് മീഡിയം ലെവലിലുള്ള ഒരു ബാസ് ഈ ഒരു HP നമുക്ക് ഈ ഒരു ഹെഡ്ഫോണിൽ കൊടുത്തിട്ടുണ്ട്. സീരീസിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് എൻട്രി ലെവൽ 3 കീ ഒപ്റ്റിക്കൽ ഗെയിംസ് എന്ന് പറഞ്ഞൊരു സീരീസാണ് നമുക്ക് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം തന്നെ 50 mm-ൻ്റെ ഒരു ഡ്രൈവ് ടൈപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. പിന്നീട് കൺട്രോളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഒറ്റ കൺട്രോൾ മാത്രമേ ലഭിക്കുന്നുള്ളൂ ഇവിടെ. ഈ ഒരു വോളിയം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ വാറൻറ്റിയിലേക്ക് കിടക്കുകയാണെങ്കിൽ HP-യുടെ 1 ഇയർ വാറൻറ്റി ഉണ്ട്.
നമുക്ക് ഇതിന് എന്തെങ്കിലും ക്രാക്കോ അല്ലെങ്കിൽ നമുക്ക് താഴെ വീണ് പൊട്ടുകയൊക്കെ ആണെങ്കിൽ മാത്രമേ ഒരു വാറൻറ്റി നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. മറ്റ് കളറിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഒരു വാറൻറ്റി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ വാറൻറ്റി മൊത്തം ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് എനിക്ക് ലഭിക്കുന്നത്. ഫ്ലിപ്കാർട്ടിൻ്റെ 13 ഡേയ്സിൻ്റെ റീപ്ലേസ്മെൻറ്റ് കിട്ടുന്നുണ്ട്. നമുക്ക് റീപ്ലേസ്മെൻറ്റോടൊപ്പം തന്നെ നമുക്ക് റീഫണ്ട് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ HP-യുടെ 1 ഇയറിൻ്റെ വാറൻറ്റിയും ഈ ഒരു ഹെഡ്ഫോണിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ ഈ ഒരു ഹെഡ്ഫോൺ കാര്യം പറയാൻ. ഓവറോൾ പറയുകയാണെങ്കിൽ സംഭവം പൊളിയാണ്. അപ്പോൾ ഞാനെന്തായാലും ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം. കണ്ടില്ല, നല്ല സെറ്റായിട്ട് തന്നെ ഫിറ്റ് ആയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നമ്മുടെ ആ ഒരു ഹെഡിനും ഇയറിനും കറക്റ്റ് ഫിക്സ് ആവുന്ന രീതിയിലാണ് അവരത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. വളരെ നല്ലൊരു ബ്രാൻഡ് സാധനം. ഈ ഒരു റേറ്റിൽ ഏകദേശം 850 രൂപ എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ 800 അല്ലെങ്കിൽ 1000-ന് താഴെ നല്ലൊരു പ്രൈസിലാണ് ഈ സാധനം വന്നിരിക്കുന്നത്. ബെസ്റ്റ് സാധനം തന്നെയാണ്. കൊള്ളാം. നല്ല ലോങ് ആയിട്ടുള്ള വയർ തന്നെയാണ്. അപ്പം തന്നെ നമുക്ക് ഗെയിമിങ് കളിക്കുന്ന സംഭവം ഞാൻ വരികയാണെങ്കിൽ ഒരു ഫോൾട്ടായിട്ട് തോന്നുന്നു. ഈ ഒരു വയറിങ് ഇല്ലായിരുന്നുവെങ്കിൽ ഇച്ചിരി വയർലെസ് ആയിരുന്നെങ്കിൽ ഇച്ചിരി നല്ലതാകും. കാരണം മൊബൈൽ ഉപയോഗിക്കുന്നവർക്ക് ഇത് കണക്ട് ചെയ്യുമ്പോൾ അവർക്ക് ഗെയിം കളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അതർവൈസ് ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ വേറെ ലെവൽ സാധനം തന്നെയാണ്. കൊള്ളാം. വളരെ നല്ലൊരു HP-യുടെ ഒരു ഹെഡ്ഫോണാണ് ഇത്. കൊള്ളാം, വളരെ നന്നായിട്ട്. അപ്പോൾ നിങ്ങൾക്കിത് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്കിത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ എന്തായാലും പോയി വാങ്ങിക്കുക. അടിപൊളി സാധനം. ഏകദേശം 4.1 ആണ് ഫ്ലിപ്കാർട്ടിൻ്റെ റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം 1000-2000 പേര് ഇത് വാങ്ങിച്ച് കഴിഞ്ഞപ്പോൾ വളരെ പറയേണ്ട ആവശ്യം. ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു വർഷം ഇറങ്ങിയതാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും പക്കയാണ്. പിന്നീട് ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ അകത്തായിട്ട് ഇങ്ങനെ ഒരു തുണി കാണാം. ആ തുണി എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡസ്റ്റ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അത് തുണി തന്നെയാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് നമുക്ക് ചെവിക്കകത്തിലെ അല്ലെങ്കിൽ ഈ ഒരു ഡസ്റ്റ് കയറാതിരിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ചെവിയിലോട്ട് അതിൻ്റെ വലിയ ഡസ്റ്റ് ഒന്നും കയറാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ഇങ്ങനെ ഒരു സംവിധാനം ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൊള്ളാം. അതർവൈസ് ബാക്കിയുള്ളതെല്ലാം ഉണ്ട്. അതോടൊപ്പം തന്നെ വയറ് വിട്ടുപോകാതിരിക്കാനുള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്തിട്ടുണ്ട്. കൊള്ളാം. നല്ലൊരു പ്രീമിയത്തിൽ തന്നെയാണ് നമ്മുടെ സംഭവം വന്നിരിക്കുന്നത്. അപ്പോൾ ഹെഡ് ജാക്കിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു വയറിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഇതിന് ഫോൾട്ടായിട്ട് വരുന്നത്. ബാക്കിയെല്ലാം 100% നിങ്ങൾക്ക് കണ്ണും പൂട്ടി വാങ്ങിക്കാവുന്നതാണ്. ബാക്കിയുള്ളതൊക്കെ ഇവിടെ വർക്കാവുന്നുണ്ട്. നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് ഈ ഒരു വളയുന്ന സംഭവം. ഇത് നന്നായിട്ട് തന്നെ ചെവി ഫിറ്റായിരിക്കാൻ വേണ്ടിയാണ് അവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതൊരു റബ്ബർ ബുഷാണ്. ഈ റബ്ബർ എന്ന് പറയുന്നത് റബ്ബർ സൈസാണിത്. വലിയുന്ന സംഭവമാണ്. ഇതിങ്ങനെ ചെവി വെക്കുമ്പം നമുക്ക് കറക്റ്റായിട്ട് അത് വലിഞ്ഞ് കറക്റ്റ് നമ്മുടെ ഹെഡിൽ തന്നെ ഫിക്സ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് എത്ര തലയിട്ട് വിളിക്കാനും അത്ര പോകത്തില്ല. കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാവുന്നതാണ്. കണ്ടില്ലേ. അതുപോലെ നമുക്ക് സൈഡിലോട്ടൊക്കെ മാറ്റിയിടാം. നല്ലൊരു ഓഡിയോ ക്വാളിറ്റി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓഡിയോ ക്വാളിറ്റി ഞാൻ പറഞ്ഞത് തന്നെയാണ്. നമുക്ക് ഓഡിയോ ക്വാളിറ്റി നമുക്ക് ഫോണിൽ ലഭിക്കത്തില്ല. കാരണം നമുക്ക് ഈ 2 ഹെഡ് ജാക്കും കൂടെ ഫോണിൽ ഇൻബിൽഡ് ചെയ്യാൻ കഴിയത്തില്ല. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലാപ്ടോപ്പ് യൂസേഴ്സ് ആണെങ്കിൽ മാത്രം ഇത് വാങ്ങിക്കാം. ഫോൺ യൂസേഴ്സിന് ഞാൻ അത്രയ്ക്ക് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ യൂസേഴ്സിന് ഇത് ഗെയിമിങ്ങിന് പക്ക സാധനം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് പോയി കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ആ കമൻറ്റുകൾക്ക് റിപ്ലൈ തരുന്നതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനാണ്. വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ്. അതുകൊണ്ടാണ് ഞാനിത് റിവ്യൂ ചെയ്യാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് JBLൻ്റെ അതോടൊപ്പം തന്നെ ബോസ് പിന്നീട് നോയ്സ് അങ്ങനെയുള്ള സംഭവങ്ങളുടെയൊക്കെ റിവ്യൂ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൊറോണ കാരണമാണ് ഇതെല്ലാം ഡിലേ ആയിപ്പോയത്. ഇതിനൊക്കെ നേരത്തെ ഞാൻ റിവ്യൂ ചെയ്യാൻ വെച്ച സംഭവമാണ്. അപ്പോൾ കൊറോണ കാരണം മാത്രമാണ് ഇത്ര ലേറ്റ് ആയത്. അപ്പോൾ എന്തായാലും ഇനിയുള്ള വീഡിയോസിൽ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ അൺബോക്സിങ് കാണാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ആ അൺബോക്സിങ്ങിൻ്റെയൊക്കെ റിവ്യൂവിൻ്റെയൊക്കെ വീഡിയോ കിട്ടണമെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടപ്പോൾ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കുക. മറ്റു ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം.